ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്റ്റുഡിയോ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വൈപ്പിലെ സ്റ്റുഡിയോയിൽ സെയിൽ നടക്കുന്നുണ്ട്. നമ്മളൊരു ഫാമിലി ഫംഗ്ഷന് പോയി വരുന്ന വഴിക്കാണ് സ്റ്റുഡിയോയിൽ സെയിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കയറിയത്. അപ്പോൾ സാനുവിന് കുറച്ച് ഡ്രസ്സുകൾ വാങ്ങണമായിരുന്നു, അതാണ് മെയിനായിട്ട് സ്റ്റുഡിയോയിൽ കയറിയത്. പിന്നെ സെയിലും കൂടിയല്ലേ, സെയിൽ നടക്കുമ്പോൾ സ്റ്റുഡിയോയിൽ എല്ലാ ഐറ്റത്തിനും 299 താഴെ ആയിരിക്കുള്ളൂ വില വരുന്നത്. അപ്പോൾ സ്റ്റുഡിയോയിൽ കയറുമ്പോൾ തന്നെ ഇങ്ങനെ സെയിൽ എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ കയറുമ്പോൾ തന്നെ ഒരു ടീഷർട്ടിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്, അത് 299 രൂപയാണ് അതിൻ്റെ ആക്ച്വൽ MRP വരുന്നത്. പക്ഷേ സെയിൽ പ്രമാണിച്ച് അത് വെറും ജസ്റ്റ് 99 ആണ് അവർ വിൽക്കുന്നത്. അത് നല്ല ടീഷർട്ടായിരുന്നു. പിന്നെ വുമൻസിൻ്റെ സെക്ഷനിൽ ഇതേപോലെ 899 രൂപയുടെ ഡ്രസ്സുകളൊക്കെ 299 രൂപയ്ക്ക് സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ സെയിൽ എന്നുള്ള ടാഗ് ഉള്ളത് മാത്രം എടുക്കുക, അല്ലാത്ത എല്ലാ ഐറ്റംസ് നോർമൽ പ്രൈസിന് തന്നെയാണ് വരുന്നത്. ഇവിടെയുള്ള എല്ലാത്തിനും ഇതേപോലെ സെയിൽ നടക്കുന്നില്ല. ചില സെലക്റ്റഡ് ഐറ്റംസിന് മാത്രമേ സെയിൽ നടക്കുന്നുള്ളൂ. അതിൻ്റെ കളക്ഷൻസ് കുറവാണ്, കാരണം ഞങ്ങൾ വന്നത് കുറച്ച് വൈകിയാണോ എന്നൊരു ഡൗട്ട് ഇല്ലാണ്ടില്ല. അത് കാരണം ഒരുമിക്ക നല്ല ഐറ്റംസ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ സൈസ് നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം എടുത്ത് അതിൻ്റെ സൈസ് നോക്കുമ്പോൾ അത് അവൈലബിൾ അല്ലായിരിക്കും. അങ്ങനത്തെ കുറച്ച് ഇതുണ്ട്. അപ്പോൾ വരുന്നവർ മാക്സിമം നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ യൂഷ്വലി 199 രൂപ 399 രൂപ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലത്തുള്ള നൈറ്റ് വെയർ കോഡ് സെറ്റിനൊക്കെ നല്ല സെയിൽ നടക്കുന്നുണ്ട്. പിന്നെ ഫുഡ് വെയർസിനും നല്ല സെയിൽ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് വെയറിൻ്റെ കളക്ഷനൊക്കെ ഓൾമോസ്റ്റ് സെയിൽ നടക്കുന്നതൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്, തീരാറായിട്ടുണ്ട്. പിന്നെ മിക്സ് ആയിട്ടാണ് രണ്ടും കിടക്കുന്നത്, സെയിൽ നടക്കുന്നതും അല്ലാത്ത മിക്സ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ സെയിലിൻ്റെ ടാഗ് നോക്കി പർച്ചേസ് ചെയ്യുക. പിന്നെ കുറേ ലിപ്സ്റ്റിക്കിൻ്റെ ഇതും സെയിലായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും നല്ല റേറ്റ് കുറവിന് തന്നെ കേട്ടോ സെയിൽ അവിടെ നടക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞല്ല, വീഡിയോ എടുത്തതിന് ശേഷം മെൻസ് വെയർ കിഡ്സ് വെയറിലോട്ട് പോയി. കാരണം നമ്മൾ സാനുവിനാണ് ഡ്രസ്സ് മെയിനായിട്ട് എടുക്കാൻ വന്നേക്കണത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ മെൻസ് വെയറിൻ്റെയും സെക്ഷൻ ഇങ്ങനെ നോക്കിയപ്പോൾ അതും കുറച്ച് സാധനങ്ങൾ മാത്രം. ടീഷർട്ടൊക്കെ ഇതേപോലെ 99 കിടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നമുക്ക് വിൻ്ററിൽ യൂസ് ചെയ്യാൻ പറ്റിയ ജാക്കറ്റ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ 299 വന്നിട്ടുണ്ട്, അതും സെയിലിൽ കിടക്കുന്നുണ്ട്. പിന്നെ മെൻസിൻ്റെ സെക്ഷനായാലും കിഡ്സിൻ്റെ സെക്ഷനായാലും സാധനങ്ങൾ കുറച്ച് കുറവായിട്ടാണ് തോന്നിയത്. സാനുവിന് പറ്റിയതൊന്നും ഉണ്ടായിരുന്നില്ല, സാനിൻ്റെ ഏജ് ഇതിന് പറ്റിയതൊന്നും ഉണ്ടായിരുന്നില്ല. സെയിലുള്ള ഐറ്റത്തിന് മാത്രമാണ് കേട്ടോ 299 താഴെ വരുന്നത്. ബാക്കി എല്ലാ ഐറ്റത്തിനും നോർമൽ റേറ്റ് തന്നെയാണ്, സ്റ്റുഡിയോയിലെ നോർമൽ റേറ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അവിടുത്തെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഞാൻ താഴത്തോട്ട് വന്നപ്പോഴാണ് ബില്ലിംഗ് സെക്ഷനിലെ അച്ഛനും മോളും കൂടി ബില്ലടിക്കാൻ നിൽക്കുന്നത്. ചേട്ടൻ എവിടെയോ പോയി സാനുവിനെ പറ്റി 2-3 ഡ്രസ്സൊക്കെ നോക്കി എടുത്തുകൊണ്ട് വന്നു. പക്ഷേ അതൊന്നും സെയിലുള്ളതല്ല എടുത്തേക്കണത്, പക്ഷെ എന്നാലും നല്ലതായത് കാരണം എടുത്തു. അപ്പോൾ സെയിലൊക്കെ ഒരുവിധം തീരാറൊക്കെ ആയിട്ടുണ്ട്. ഇനിയും വരാത്തവർ വരിക, നിങ്ങൾക്ക് പറ്റിയ ഐറ്റംസ് ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക, മാക്സിമം യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.